ബഹ്റൈൻ ടൈം 5:30 കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ദുബായേക്കാളും കുറച്ചുകൂടി തണുപ്പ് കൂടുതലാണ് ബഹ്റൈനിൽ. ചുറ്റും കടലായതിനാൽ നല്ല കാറ്റും അടിക്കുന്നുണ്ട്. ഞങ്ങൾ വന്നിറങ്ങിയ സമയത്തിന്റെ ആണോ എന്നറിയില്ല. വളരെ തിരക്ക് കുറഞ്ഞ ഒരു എയർപോർട്ട് പോലെയാണ് ഞങ്ങൾക്കിവിടം അനുഭവപ്പെട്ടത്. പാസഞ്ചേഴ്സിന്റെ തിരക്ക് പിടിച്ച ഓട്ടമൊന്നും ഇവിടെ കാണാനില്ല. എല്ലാവരും വളരെ സാവധാനത്തിൽ നടന്നു പോകുന്നു. മറ്റ് എയർപോർട്ടുകളിൽ ഫ്ലൈറ്റ് ഇറങ്ങിയാൽ മാരത്തോണിന് പോകുന്ന പോലെയാണ് ആളുകൾ ഓടുന്നത്. വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ. വളരെ മനോഹരമായിട്ടാണ് ഈ എയർപോർട്ടിന്റെ ഇന്റീരിയർ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പല കൺവെയറുകളും ഓഫായി കിടക്കുകയാണ്. ഞങ്ങൾ പോയി ഞങ്ങളുടെ ബാഗേജ് കളക്ട് ചെയ്ത് പതുക്കെ പുറത്തേക്ക് നടന്നു. അവിടെ ഞങ്ങളെയും കാത്ത് ATGയുടെ ബഹ്റൈൻ ടീം നിൽപ്പുണ്ടായിരുന്നു. അല്പനേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകാൻ ഇറങ്ങി. ഇവിടെ എയർപോർട്ടിൽ നിന്ന് തന്നെ റെന്റ് കാർ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ദുബായ് ലൈസൻസ് ഉള്ളയാൾക്ക് ഇവിടെ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ 2 റെന്റ് കാർ ബുക്ക് ചെയ്ത് വണ്ടി ഒന്ന് ഫുള്ള് ചെക്ക് ചെയ്തു. എന്തെങ്കിലും സ്ക്രാച്ചസോ കംപ്ലൈന്റ്സോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കി. ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ അവർ നോട്ട് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ടൈം നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയതാണെന്നും പറഞ്ഞ് നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഞങ്ങൾ അങ്ങനെ ബഹ്റൈന്റെ രാത്രി കാഴ്ചകളിലൂടെ ഹോട്ടലിലേക്ക് പോയി. ദുബായുമായി കമ്പയർ ചെയ്യുമ്പോൾ റോഡിലൊന്നും അധികം തിരക്ക് കാണാനില്ല. വളരെ കാമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് ബഹ്റൈൻ ഫീൽ ചെയ്യുക. റമദ ഹോട്ടലിലാണ് നമുക്ക് റൂം ബുക്ക് ചെയ്തിരുന്നത്. ഡിസംബർ മാസമായതിനാൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുന്ന ക്രിസ്മസ് ട്രീ കാണാൻ സാധിക്കും. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് റൂമിലേക്ക് പോയി. ഞങ്ങൾ 2 പേരായിരുന്നു ഒരു റൂമിൽ. അത്യാവശ്യം വലിയ നല്ല സൗകര്യമുള്ള ഒരു റൂമാണ് നമ്മൾക്ക് ബുക്ക് ചെയ്തിരുന്നത്. എന്റർടൈൻമെന്റ് സിസ്റ്റവും 2 കിടക്കയും ധാരാളം സ്റ്റോറേജ് സ്പേസും
നമ്മുടെ വില കൂടിയ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ ലോക്കർ സൗകര്യവും മറ്റും ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻ്റാണ് ഞങ്ങളുടെ ലക്ഷ്യം. താമസ സ്ഥലത്തു നിന്ന് ഏകദേശം 10-15 മിനിറ്റ് നടന്നാൽ മതിയാവും അങ്ങോട്ട്. റെസ്റ്റോറൻറ്റുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ. ചെറിയ തണുപ്പും കാറ്റുമൊക്കെ ഉണ്ട്. ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഹോട്ടൽ ലക്ഷ്യമാക്കി നടന്നു. പോകുന്ന വഴിയിൽ നമുക്ക് ആരോ ചെയ്ത മനോഹരമായ ഗ്രാഫിറ്റി വർക്കുകളൊക്കെ കാണാം. നിറയെ ലൈറ്റുകളൊക്കെ ഇട്ട് അലങ്കരിച്ചിരിക്കുകയാണ് എല്ലാ റെസ്റ്റോറൻറ്റുകളും. പ്രശസ്തമായ ലാൻഡേൺ എന്നു പേരുള്ള റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾക്ക് ഡിന്നർ ഒരുക്കിയിരുന്നത്. അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ്. ഒരു വശത്ത് വെസ്റ്റേൺ സോങ് ഒക്കെ പാടി ബാൻഡ് സിംഗേഴ്സ് തകർക്കുന്നുണ്ട്. കമ്പനിയുടെ ടോപ്പ് മാനേജ്മെന്റ് ടീം എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലേക്ക് മടങ്ങി. രാവിലെ എണീറ്റ് ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല മനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ മുൻപിൽ ഒരു പാലസ് ആണ് ഉണ്ടായിരുന്നത്. ഞങ്ങളൊന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഹോട്ടലിന്റെ റെസ്റ്റോറൻറ്റിൽ എത്തി. അവിടെ ബുഫേ സിസ്റ്റമാണ് ഒരുക്കിയിരുന്നത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനോഗ്രേഷന് പോകാനായി ഇറങ്ങി. ആ കാണുന്ന നീല നിറമുള്ള ബിൽഡിംഗ് ആണ് ബഹ്റൈൻ വേൾഡ് ട്രേഡ് സെന്റർ. 240 മീറ്റർ ഹൈറ്റിൽ 50 ഫ്ലോറുകളുള്ള ഈ ട്വിൻ ടവർ കോംപ്ലക്സ് ബഹ്റൈൻ മനാമയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടവറുകൾക്കിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന 2 വിൻഡ് ടർബൈനുകളാണ് അതിനുവേണ്ടി 15% പവർ സപ്ലൈ ചെയ്യുന്നത്. ജാപ്പനീസ്, കൊറിയൻ, ജെനുവിൻ ആൻഡ് ആഫ്റ്റർ മാർക്കറ്റ് കാർ പാർട്സുകളുടെ മേഖലയിലെ ഏറ്റവും വലിയ ഓട്ടോ സ്പെയർ പാർട്സ് സ്ഥാപനങ്ങളിലൊന്നാണ് അമാനി TVR ഗ്രൂപ്പ്. 1978 സോളോ ഔട്ട്ലെറ്റിൽ ആരംഭിച്ച് നിലവിൽ അമാനി TVR ഗ്രൂപ്പ് ഒരു മൾട്ടി ബ്രാൻഡഡ് മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷനാണ്.
250-ൽ പരം ജീവനക്കാരും 32 ഔട്ട്ലെറ്റുകളും ഉള്ള അമാനി ടി.വി.ആർ ഗ്രൂപ്പ് GCC മേഖലയിലുടനീളം തങ്ങളുടെ വ്യക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അമാനി ടി.വി.ആർ ഗ്രൂപ്പിന്റെ 33ാമത് ഷോറൂം ഇനോഗ്രേഷന് വേണ്ടിയാണ്. ഇനോഗ്രേഷൻ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. വൈകിട്ട് ഷോറൂം ഓപ്പണിംഗിന്റെ ഭാഗമായി ചെറിയ ഒരു സ്റ്റാഫ് ഗെറ്റ് ടുഗദർ പരിപാടി റാഡിസൺ ബ്ലൂവിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും നമുക്കറിയാം, ഇൻഡിവിജ്വലി അറിയാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ടീമിലുള്ളവരാണ്. അതിൽ ഈ 11ാമത്തെ ബ്രാഞ്ച് ഷോറൂമിലെ എത്തിപ്പെട്ടതിന് ഒരു നല്ല ആളുകൾക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം. എല്ലാവരുടെ സ്ഥാനത്ത് തന്നെ സ്പീച്ചുകളും പാട്ടും ഡാൻസും ചെറിയ മത്സരങ്ങളുമൊക്കെ സമയം പോയതറിഞ്ഞില്ല. പിറ്റേന്ന് വെളുപ്പിനെ ഞങ്ങൾ അവിടെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങി. ബഹ്റിനിൽ ധാരാളം അമ്പലങ്ങളുണ്ട്. നാട്ടിലെ അമ്പലങ്ങൾ പോലെ തന്നെ പ്രതിഷ്ഠയും പൂജയും ഒക്കെയുള്ള അമ്പലങ്ങളാണ് ഇവിടെ. എന്നാൽ കാഴ്ചയിൽ വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ അമ്പലങ്ങൾ കാണാൻ. പുറമെ നോക്കിയാൽ ഒരു വീട് പോലെ മാത്രമേ നമുക്ക് തോന്നൂ. അകത്ത് ഷൂട്ട് ചെയ്യാൻ അനുവാദമില്ലാത്തത് കൊണ്ട് ഞാൻ ക്യാമറ ഓഫാക്കി. രണ്ട് ദിവസത്തെ ട്രിപ്പായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്.
ആദ്യത്തെ ദിവസം ഇനോഗ്രേഷനും രണ്ടാമത്തെ ദിവസം നമുക്ക് ഒഫീഷ്യൽ മീറ്റിംഗും ഉണ്ടായിരുന്നതിനാൽ സമയം വളരെ പരിമിതമായിരുന്നു. മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പോകാൻ അതുകൊണ്ട് സാധിച്ചില്ല. ഇനി ഒരു അവസരം കിട്ടിയാൽ നമുക്ക് ബഹ്റൈൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ഞങ്ങൾ മടക്ക യാത്രയ്ക്കായി എയർപോർട്ടിലെത്തി. പറഞ്ഞതിലും 1 മണിക്കൂർ ലേറ്റായിട്ടാണ് ഫ്ലൈറ്റ് ബഹ്റൈനിൽ നിന്നും ഡിപ്പാർട്ടായത്. കുറച്ച് നല്ല ഓർമ്മകളുമായി ഞങ്ങളെയും കൊണ്ട് ദുബായ് ലക്ഷ്യമാക്കി ഫ്ലൈ ദുബായ് ബഹ്റൈൻ എയർപോർട്ടിൽ നിന്നും പറന്നുപോയി.